ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ 7th സ്റ്റാൻഡേർഡിൻ്റെ ക്ലാസ്സിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് പേജ് നമ്പർ 132ൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അഥ പ്രദത്താനാം പ്രശ്നാനാം ഏകപദേന ഉത്തരം ലിഖന്തു എഴുതൂ അല്ലേ. അധപ്രദത്താനം താഴെ കൊടുത്തിട്ടുള്ള പ്രശ്നങ്ങളുടെ ക്വസ്റ്റ്യൻസിൻ്റെ അതിൻ്റെ ഉത്തരം എങ്ങനെയാണ്? ഏകപദേന ഉത്തരം എഴുതുക, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക എന്നാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, രാജസ്ഥാനസ്യ വീരാംഗനാസു കാ സുവിഖ്യാത. രാജസ്ഥാനിലെ വീരാംഗനാസു സപ്തമി ബഹുവചനമാണ്. വീരാംഗനകളിൽ കാ സുവിഖ്യാത, ആരാണ് സുവിഖ്യാതം ഫേമസ് ആയിട്ടുള്ളത്? ആരാണ്? പന്നാധായ അല്ലേ. അപ്പം അവിടെ ക്വസ്റ്റ്യൻ നമ്പർ ഒന്നില് കായാണ്, പന്നാധായ. ആൻസേഴ്സ് മാത്രമാണ് ഞാൻ എഴുതുന്നത്, ക്വസ്റ്റ്യൻ പറയുകയുള്ളൂ. ഇനി അടുത്ത രണ്ടാമത്തത് ഖ. രണ്ടാമത്തത് ക്വസ്റ്റ്യൻ നമ്പർ 2, അതായത് ഖ കഴിഞ്ഞ് ഖ. ഉദയസിംഹ കസ്യ പുത്ര. ഉദയസിംഹൻ കസ്യ, ആരുടെ പുത്രനാണ്? മഹാറാണ സംഗ്രാമ സിംഹസ്യ. ഇവിടെ കസ്യ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം ആൻസർ നമ്മൾ എന്ത് ചെയ്യണം? കസ്യ ഷഷ്ടിയല്ലേ, അതുപോലെ ഷഷ്ടിയിൽ എഴുതണം. അപ്പം മഹാറാണ സംഗ്രാമ സിംഹസ്യ. മഹാറാണ സംഗ്രാമ സിംഹസ്യ. അടുത്ത ഗ. മനസ്സിലായി? മഹാറാണ സംഗ്രാമ സിംഹന്റെ എന്നുള്ള അർത്ഥത്തിൽ ഷഷ്ടിയിൽ തന്നെ വന്നു. അടുത്തത് ഗ. ബൻവീരഹ കം മാരയിതും കുതന്ത്രം അരചയത്. ബൻവീരൻ കം ആരേ, കം എന്നുള്ളത് ദ്വിതീയ ഏകവചനമാണ്. കം ആരെ മാരയിതും കൊല്ലുവാൻ, കുതന്ത്രം അരചയത് രചിച്ചു. ഫസ്റ്റ് ടെൻസ് അല്ലേ. ആരെ കൊല്ലാനാണ്? ഉദയസിംഹനല്ലേ. അപ്പം നമ്മൾ കം എന്ന് പറയുമ്പോഴത്തേക്ക് ദ്വിതീയ ഏകവചനം, അതുപോലെ ഉത്തരം പറയണം. എങ്ങനെ? ഉദയസിംഹം. ഉദയസിംഹം ആരേതും കുതന്ത്രം അരചയത്. അടുത്തത് ഖ. കാലാന്തരേ കഹ മേവാടസ്യ രാജ അഭവത്. കാലാന്തരേ ലേറ്റർ, പിന്നീട്, കഹ ആര്, മേവാടസ്യ രാജ അഭവത്, മേവാട് സ്ഥലത്തിൻ്റെ രാജാവായി തീർന്നു. ആരാണ് ആയിത്തീർന്നത്? ഉദയസിംഹനല്ലേ. ഉദയസിംഹ, മറ്റേ കൊന്നു കഴിഞ്ഞുണ്ട് ഉദയസിംഹ. അപ്പം കാലാന്തരെ കഹ ആരെന്നുള്ളതിന് പ്രഥമയാണ് വന്നിരിക്കുന്നത്. അപ്പം ഉദയസിംഹ എന്ന് ഇത് എഴുതാം. ഉദയസിംഹ. അടുത്തത് ങ. പന്നാധായായാഹ നിർണയഃ കീദൃശഃ ആസീത്. പന്നാധായയുടെ ഷഷ്ടി ഏകവചനം. നിർണയം കീദൃശഃ ആസീത്. കീദൃശഃ എങ്ങനെയുള്ളതായിരുന്നു? ആസീത് എന്നുള്ളതും ലങ്ങാണ്. എങ്ങനെയുള്ളതായിരുന്നു? അകൽപ്പനീയഹയാണല്ലേ. അകൽപ്പനീയ എങ്ങനെയുള്ളതാണ്? ബിയോണ്ട് ഇമാജിനേഷൻ അല്ലേ. അപ്പോൾ അതാണ് അകൽപ്പനീയ. അടുത്ത ച. മഹാറാണ പ്രതാപഃ കേഷാം ഹൃദയേ ചിരം സ്ഥാനം പ്രാപ്നോത്. മഹാറാണ പ്രതാപ. അത് ആരുടെ പുത്രനാണ്? ഉദയസിംഹസ്യ അല്ലേ.
പ്രതാപ കേഷാം ഹൃദയേ, കേഷാം എന്നുള്ളത് ഷഷ്ടി ബഹുവചനം, ആരുടെ ഹൃദയേ, സപ്തമി ഏകവചനം, ആരുടെ ഹൃദയത്തിൽ ചിരം സ്ഥാനം പ്രാപ്നോ, ചിരം എന്ന് പറഞ്ഞാൽ വളരെ നാള് ഉണ്ടായിരുന്നു, എപ്പോഴും ഉണ്ടായിരുന്നത് മനസ്സിൽ, അല്ല ആളുകളുടെയൊക്കെ മനസ്സിൽ. ആരാണ്, ആരുടെയാണ്? അതും ഷഷ്ടി പോലെ, കേശാം എന്നുള്ളത് പോലെ ഷഷ്ടി തന്നെ എഴുതുന്നത്. ഭാരതീയാനാം, ഭാരതീയാന ഹൃദയത്തിലല്ലായിരുന്നു. ഭാരതീയാന, ഭാരതീയാന. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അതായത് ഒറ്റ വാക്കിൽ ഒറ്റ വേർഡിൽ എഴുതുന്ന ആൻസേഴ്സ് കഴിഞ്ഞു. ഇനി അടുത്ത നമുക്ക് രണ്ടാമത്തെ ഫുൾ സെൻറ്റൻസിലാണ് അടുത്തത് എഴുതേണ്ടത്. അടുത്ത ഫുൾ സെൻറ്റൻസിൽ എഴുതേണ്ട ക്വസ്റ്റ്യൻസാണ്. ക്വസ്റ്റ്യൻ ഞാൻ എഴുതില്ല, ആൻസേഴ്സ് മാത്രമേ എഴുതുള്ളൂ. അധ പ്രദത്താനാം പ്രശ്നാനാം പൂർണ്ണവാക്യേന ഉത്തരം ലിഖന്തു. താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് പൂർണ്ണവാക്യത്തിൽ ഉത്തരം എഴുതൂ എന്നാണ്. അത് രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. അതിൽ എന്താണ് ക? പന്നാധായ കസ്യ അദ്വിതീയം ഉദാഹരണം അസ്തി. കസ്യ അദ്വിതീയം ഉദാഹരണം അസ്തി. രണ്ടു മൂന്ന് കാര്യങ്ങളില്ല. കസ്യ എന്തിൻ്റെ ഉദാഹരണമാണ് പന്നാധായ, എന്തിൻ്റെ ഉദാഹരണമാണ്? മൂന്ന് കാര്യം പറഞ്ഞു. ത്യാഗസ്യ, പിന്നെ പരാക്രമസ്യ, നിഷ്ഠായാഹ ച, ഈ മൂന്ന് കാര്യങ്ങൾ. അപ്പോൾ എങ്ങനെ ആൻസർ പറയും? പന്നാധായ ത്യാഗസ്യ പരാക്രമസ്യ നിഷ്ഠായാഹ ച അദ്വിതീയം ഉദാഹരണം അസ്തി. അങ്ങനെയാണ് എഴുതാൻ. പന്നാധായ ത്യാഗസ്യ പരാക്രമസ്യ പിന്നെന്തോന്നായിരുന്നു? നിഷ്ഠായാഹ ച, പിന്നെ ക്വസ്റ്റ്യൻ അനുസരിച്ച് അദ്വിതീയം. ഇവിടെ അദ്വിതീയം എന്ന് പറഞ്ഞാൽ രണ്ടാമതൊന്നുമില്ല, അതായത് ഒന്നാമത് തന്നെ അദ്വിതീയം. അദ്വിതീയമാണ്. അദ്വിതീയം ഉദാഹരണം അസ്തി. ഇവിടെ ഇത് തന്നെ എഴുതാൻ കാരണം അടുത്തത് വരുന്നത് ഒരു സ്വരമാണ്. ഉദാഹരണം എന്ന് പറഞ്ഞില്ലേ, ഉദാഹരണം. അദ്വിതീയം ഉദാഹരണം. പിന്നെ ക്വസ്റ്റ്യൻ എന്ത് വന്നു? ഉദാഹരണം അസ്തി. അവിടെ ഉണ്ട്. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അസ്തി. അപ്പോൾ പന്നാധായ ത്യാഗസ്യ പരാക്രമസ്യ നിഷ്ഠായാഹ ച അദ്വിതീയം ഉദാഹരണം അസ്തി. ഇവിടെ ച വരാൻ കാരണം എന്തെന്ന്? മൂന്ന് കാര്യങ്ങളില്ലേ, അതിനെ യോജിപ്പിക്കുന്നതാണ് ച. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഫുൾ സെൻറ്റൻസ് എഴുതുന്ന ക്വസ്റ്റ്യനിൽ രണ്ടാമത്, അതായത് ഖ എഴുതി ഖ. മഹാറാണ സംഗ്രാമസിംഹസ്യ പുത്രൗ കൗ ആസ്താം. മഹാറാണ സംഗ്രാമസിംഹസ്യ ഷഷ്ടി ഏകവചനമാണ്. അതിൻ്റെ മീനിങ് എന്തൊക്കെയാണ്? അതിൻ്റെ പ്രത്യേകം ഇക്കന് ഉടയൊക്കെയാണ് അല്ലേ. അപ്പോൾ ഇവിടെ സിംഹത്തിന്, അപ്പോൾ സിംഹത്തിൻ്റെ പുത്രന്മാർ, സിംഹത്തിൻ്റെ പുത്രന്ന് രണ്ടായതുകൊണ്ടാണ് പുത്രൗ കൗ ആസ്താം. കൗ അവിടെയും രണ്ട്. കൗ ആരെല്ലാം ആസ്താം ആയിരുന്നു, അവിടെയും ദ്വിവചനം വന്നു അല്ലേ. അപ്പം മഹാറാണ സംഗ്രാമസിംഹസ്യ പുത്രൗ കൗ ആസ്താം നോക്കിക്കോളൂ. മഹാറാണ സംഗ്രാമസിംഹസ്യ വിക്രമാദിത്യ ഉദയസിംഹ ച ഗൗ പുത്രൗ ആസ്താം. രണ്ടുപേരുണ്ടായോണ്ടാണ്, ചേർക്കുന്നതിനാണ് ച ആൻഡ് എന്നുള്ള അർത്ഥം. വിക്രമാദിത്യ ഉദയസിംഹ ച ദൗ പുത്രൗ, രണ്ട് പുത്രന്മാർ ആസ്താം ഉണ്ടായിരുന്നു. അടുത്തത് മൂന്നാമത്തെ ഗ. ദുഷ്ടബുദ്ധി ബൻവീര കിം അചിന്തയത്.
ദുഷ്ടബുദ്ധി ഹി ബൻവീര, ദുഷ്ടബുദ്ധിയായ ബൻവീരൻ കിം അചിന്തയത്, എന്താണ് ചിന്തിച്ചത്. അചിന്തയതും ലങ്ങാണ് പാസ്റ്റ് ടെൻസ്. എന്താണ് ചിന്തിച്ചത് നോക്കിക്കോളൂ. ദുഷ്ടബുദ്ധി ഹി ബൻവീര അചിന്തയത് യത് എന്താണെന്ന് വെച്ചാൽ, ഇനി അടുത്ത കൊട്ടേഷനിൽ എഴുതിയിരിക്കുന്ന കറക്റ്റ് ആൻസർ അഹം ഏകഃ ഏവ ഉത്തരാധികാരി ഭവേയം. അഹം ഞാൻ, ഏകഃ ഏവ ഒരേ ഒരു ഉത്തരാധികാരി കോമ്പറ്റീറ്റർ, എനിക്ക് എന്നെ വേറെ ആരും എൻ്റെ കോമ്പറ്റീറ്ററായിട്ട് വരുന്നില്ല. ഭവേയം അങ്ങനെ ആയിരിക്കണം. ന കോപി വേറെ ആരും, ന കോപി കഹ പ്ലസ് അഭിയാണ് കോപി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. മമ പ്രതിസ്പർദ്ധി സ്യാത്, ഞാൻ ഇതിൻ്റെ ഉത്തരാധികാരി, ഞാൻ അതിൻ്റെ ഏറ്റവും മുൻപിൽ ഞാനായിരിക്കണം. ഞാനാണ് എല്ലാത്തിൻ്റെ അധികാരി, അതാണ് ഉത്തരാധികാരി. മുഴുവത്തിൻ്റെ അധികാരി ഞാനായിരിക്കണം. ന കോപി വേറെ ആരും, മമ എൻ്റെ, പ്രതിസ്പർദ്ധി സ്യാത് അവിടെയാണ് കോമ്പറ്റീറ്റർ, എൻ്റെ കോമ്പറ്റീറ്ററായിട്ട് വരാൻ പാടില്ല. ഇതാണ്. അപ്പോൾ ഇനി കൊട്ടേഷൻ ഇതുപോലെ എഴുതണം, കൊട്ടേഷൻ ഇട്ട് വേണം എഴുതാൻ. സ്യാ. അപ്പോൾ അടുത്ത ഖ കഴിഞ്ഞു. അടുത്ത ഖ. ബൻവീരസ്യ കുതന്ത്രം ജ്ഞാത്വാ പന്നാഥായ കിം അകരോത്. ബൻവീരസ്യ കുതന്ത്രം ജ്ഞാത്വാ മനസ്സിലാക്കിയിട്ട്, ബൻവീരൻ്റെ കുതന്ത്രം മനസ്സിലാക്കിയിട്ട്, പന്നാഥായ കിം അകരോത്, പന്നാഥായ എന്ത് ചെയ്തു. കൃധാതുവാണ്, അകരോത്ത് ലങ്ങാണ്. എന്ത് ചെയ്തു നോക്കിക്കോളൂ. ബൻവീരസ്യ കുതന്ത്രം ജ്ഞാത്വാ പന്നാഥായ ഉദയസിംഹസ്യ ശയനസ്ഥാനെ സ്വപുത്രം ചന്ദനം ശായിതവതി. ബൻവീരൻ്റെ കുതന്ത്രം ജ്ഞാത്വാം കുതന്ത്രം മനസ്സിലാക്കിയിട്ട്, പന്നാഥായ സിംഹൻ്റെ ശയനസ്ഥാനെ കിടക്കുന്ന സ്ഥലത്ത്, സ്വപുത്രം തൻ്റെ പുത്രനായ ചന്ദനനെ ശായിതവതി കിടത്തി. ഇതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ ങായാണ്. എന്താണ് ക്വസ്റ്റ്യൻ? ആ ചന്ദ്രാർക്കം കിം തിഷ്ഠതി. ആ ചന്ദ്രാർക്കം, ചന്ദ്രനും സൂര്യനും ഉള്ളിടത്തോളം കാലം. കിം തിഷ്ഠതി എന്ത് തിഷ്ഠതി, എന്ത് നിൽക്കുന്നു, എന്ത് നിലനിൽക്കുന്നു എന്നാണ് ആൻസർ. പന്നാഥായായാഹ ത്യാഗഃ ശൗര്യം ച ജഗതി ആ ചന്ദ്രാർക്കം തിഷ്ഠതി. പന്നാഥായായാഹ അത് ഷഷ്ടി ഏകവചനമാണ്. പന്നാഥായയുടെ ത്യാഗഃ ത്യാഗം, ശൗര്യം ച ഈ രണ്ട് കാര്യങ്ങൾ, ജഗതി ജഗത്തിൽ ഈ ലോകത്ത്, ആ ചന്ദ്രാർക്കം തിഷ്ഠതി ആ ചന്ദ്രാർക്കം നിലനിൽക്കുന്നു എന്നാണ്. അടുത്തത് ച. പന്നാഥായായാഹ ബലിദാനം കിം ശിക്ഷയതി. പന്നാഥായയുടെ ബലിദാനം കിം ശിക്ഷയതി എന്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നു, എന്താണ് നമുക്ക് ഒരു പാഠം, നമുക്ക് നൽകുന്ന പാഠം എന്താണ്? പന്നാഥായായാഹ ബലിദാനം സർവാൻ ശൗര്യം രാഷ്ട്രപത്യം ബലിദാനം വിവേകം ച ശിക്ഷയതി. പന്നാഥായായാഹ പന്നാഥായയുടെ ബലിദാനം സർവാൻ എല്ലാവരെ സർവാൻ എന്നുള്ളത് ദ്വിതീയ ബഹുവചനമാണ്. സർവാൻ ശൗര്യം എല്ലാവരെയും, ശൗര്യം അറിയാമല്ലോ, ശൗര്യം, പിന്നെ രാഷ്ട്രഭക്തിയും ഭക്തിയെ എന്നുള്ളത്, ബലിദാനത്തെ, വിവേകം തിരിച്ചറിവിനെ, ച ശിക്ഷേതി ഇതിനെല്ലാം കൂട്ടി യോജിപ്പിക്കുന്നതാണ് ച ശിക്ഷേതി. ഇങ്ങനെയുള്ള പാഠം തരുന്നു എന്നാണ്. ഇനിയുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ. ഉദാഹരണാനുസാരം ഉചിതൈഹി പദൈഹി റിക്തസ്ഥാനാനി പൂരയന്തു. ഉചിതങ്ങളായ വാക്കുകളാൽ റിക്തസ്ഥാനം ഇട്ടിരിക്കുന്ന സ്ഥലങ്ങൾ പൂരിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഏകവചനം, ദ്വിവചനം, ബഹുവചനം, ലങ്ങാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ക്രിയകൾ എങ്ങനെ വരുന്നു എന്നാണ്. ഒരെണ്ണം എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ക അമിളതാം അമിളൻ. അമിളത്ത് ഏകവചനം. അമിളത്ത് എന്ന് പറഞ്ഞാൽ മീറ്റ് ചെയ്തു എന്നുള്ള അർത്ഥത്തിൽ, കൂടി കാഴ്ച കണ്ടു എന്നുള്ള അർത്ഥത്തിലാണ്. അമിളതാം രണ്ടുപേരാണെങ്കിൽ, അമിളൻ ബഹുവചനം. അപ്പോൾ അതുപോലെ ബാക്കിയുള്ളത്, ഇത് പ്രഥമ പുരുഷനാണ് ആദ്യം തന്നിരിക്കുന്നത്. അടുത്ത നോക്കി എന്താണ് ഖ തന്നിരിക്കുന്നത്, ദ്വിവചനം മാത്രം തന്നിട്ടുണ്ട്. അവദതാം അല്ല അവദത്തം. അപ്പോൾ അത് ഏത് വരും? മധ്യമ പുരുഷനിലാണ് വരുന്നത്. അപ്പോൾ അവദഹ എന്നുള്ള അർത്ഥമാണ്.
മധ്യപുരുഷം വന്നപ്പോൾ അവദഹയാണ്. അവദഹ, അവദതം, അവദത. അത് കഴിഞ്ഞിട്ട് അടുത്ത തന്നിരിക്കുന്നത് ഗ അഖാദഹ. അതും മധ്യപുരുഷനല്ലേ വരുന്നത്. അഖാദഹ, അഖാദതം, അഖാദത. നോക്കൂ, അഖാദഹ, അഖാദതം, അഖാദത. അടുത്തത് ഖ തന്നിരിക്കുന്നത് ബഹുവചനമാണ്, അലിഖൻ. അപ്പോൾ അത് പ്രഥമപുരുഷ ബഹുവചനമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി എങ്ങനെ? അലിഖത്, അലിഖത്, അലിഖതാം, അലിഖൻ. അടുത്തത് നടുക്കുള്ളത് ദ്വിവചനം തന്നിരിക്കുന്നു, അരക്ഷാവ. അതേതാണ്? ഉത്തമപുരുഷനിലെയാണ്, അരക്ഷാവ. അപ്പം ഏകവചനവും ദ്വിവചനം എങ്ങനെ നോക്കൂ, അരക്ഷം, അരക്ഷാവ, അരക്ഷാമ. ഇത് ഏകവചനം, ദ്വിവചനം, അരക്ഷം, ഉത്തമപുരുഷൻ. അടുത്തത് അപിബദ. അത് ബഹുവചനം തന്നിരിക്കുന്നു. അപിബദ അത് മധ്യപുരുഷനിലെ വരുന്നത്. അപ്പം അപിബഹ, അപിബഹ, അപിബദം, അപിബദ, അപിബഹ, അപിബദം, അപിബദ. അത് കഴിഞ്ഞിട്ട് അപൃച്ഛം, അപൃച്ഛം. അതേതാണ്? ഉത്തമപുരുഷനാണ് വരുന്നത്. അപൃച്ഛം, അപൃച്ഛാവ, അപൃച്ഛാമ. അപൃച്ഛം, അപൃച്ഛാവ, അപൃച്ഛാമ. അടുത്തത് ദ്വിവചനം തന്നിട്ടുണ്ട്, അമാരയതാം. അമാരയതാം അത് തന്നെ പ്രഥമ പുരുഷനാണ്. അപ്പോൾ അമാരയത്, അമാരയതാം, അമാരയൻ. അമാരയത്, അമാരയതാം, അമാരയൻ. അടുത്തത് അവസാനം തന്നെ ബഹുവചനം തന്നിരിക്കുന്നു, അഭവാമ. അഭവാമ ഉത്തമപുരുഷ ബഹുവചനമാണ്. അപ്പോൾ ഏകവചനം ദ്വിവചനം എങ്ങനെയും അഭവം, അഭവം, അഭവാവ, അഭവാമ. ഈ രീതിയിലാണ്. അപ്പോൾ ഏകവചനം, ദ്വിവചനവും ബഹുവചനമാണ്. അപ്പോൾ ഇത് ലങ്ങാണ്, ലങ്ങിൻ്റെയാണ് ഈ ക്ലാസ്. ഈ പാഠത്തിൽ കൂടുതൽ വന്നത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ എല്ലാ ക്വസ്റ്റ്യൻസും മനസ്സിലായി, ആൻസറും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.